ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഏതൊരാളുടെ ഒരു ആഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. വലിയ വീടൊന്നും വേണമെന്നല്ല, പക്ഷെ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ചെലവ് കുറച്ച് നല്ലൊരു വീട് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കൂലേ. അപ്പം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലിങ്ങൽ എന്ന സ്ഥലത്ത് വെറും 6 സെന്റ് സ്ഥലത്ത് 800 സ്ക്വയർ ഫീറ്റിൽ 2 നിലയിലായിട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചെലവിൽ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കും അറിയണ്ടേ. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ില് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഇരുനില വീട് പണിതിട്ടുള്ളത്. ഈ വീടിലെ നമ്മുടെ പഴയ വീടിനെ റിനോവേഷൻ ചെയ്തിട്ട് മുകളിലേക്കൊക്കെ എടുത്തിട്ട് പുതുക്കി പണിതതാണ് കേട്ടോ. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് എന്നാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ വലതുവശത്തായിട്ട് നോക്കുകയാണെങ്കിൽ 2 വിൻഡോസിനെയും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിൽ ഗ്രേ കളർ പെയിന്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വീട് മൊത്തത്തിലായിട്ട് സ്പോക്ക് ലൈറ്റ്സും LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും കിടിലൻ തന്നെയാണ്. ആ വശത്തായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു ഗാർഡൻ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കുകയല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിലായിട്ട് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന മാറ്റ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 250x150 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിന് ഒരുക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ ഒരു 3 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈനിൽ വരുന്ന 3 സീറ്റർ ആണ്. അതിന് ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടീ ടേബിളും കാണാം. ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ L ഷേപ്പിലായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റിംഗ് ഏരിയക്ക് നടുക്കായിട്ട് തന്നെ ഇതുപോലെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗിലായിട്ട് കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ലെങ്കിലും നമ്മൾ കയറി വരുന്ന ആ ഒരു സ്റ്റെപ്പിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് ഒരു സ്പോക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ വാളിലായിട്ട് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 നല്ല ഭംഗിയിൽ വരുന്ന ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് വരുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനിങ്ങിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് ഒന്നും ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹോളാണ് കേട്ടോ ഈ കാണുന്നത്. 250x300 സൈസിലാണ് കേട്ടോ ഈ ഹോള് വരുന്നത്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വുഡിന്റെ നോർമൽ ആയിട്ട് വരുന്ന ഒരു ടേബിൾ ആണ് കേട്ടോ. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിൾ വരുന്നത്. അതിലായിട്ട് 4 ചെയർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ടേബിളിനോട് ചേർന്ന് ഈ ഒരു വോളിലായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അതിന് മുകളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഫ്രെയിമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒതുക്കത്തിൽ എന്നാൽ കാണാൻ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. താഴ്ഭാഗത്തായിട്ട് ബ്ലാക്കിൽ ഒരു റെഡ് കളർ ഡിസൈനിങ്ങിൽ വരുന്ന ഒരു കുഞ്ഞു കബോർഡ് വരുന്നുണ്ട്. മുകളിലായിട്ട് ഒരു സ്ക്വയർ മിറർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന മാർബോണൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ നേരെ കാണുന്നത് കിച്ചൺ ആണ്. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. കൂടാതെ സ്റ്റെയറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും അതിനോട് ചേർന്ന് ഒരു ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെയറിന്
തൊട്ടടുത്തുള്ളത് ഈ ബെഡ്റൂം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. 250 സൈസിലാണ് കേട്ടോ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡിന്റെ കോട്ടാണ് കേട്ടോ. ഇനി നേരെ കാണുന്ന ആ ഒരു വാളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു ഷോക്കേസ് വരുന്നുണ്ട്. ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഗ്ലാസ് മിററും ഒരു ഭാഗത്ത് ഒരു വുഡൻ കളറിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഭാഗത്ത് തന്നെ റാക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി ഈ വശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടാ. കൂടാതെ നമ്മൾ മറുവശത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ടാണ് കേട്ടോ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ ഡിസൈനിൽ വരുന്ന റെഡിമെയ്ഡ് അലമാരയാണേ. കൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തയ്യൽ മെഷീനും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിലെ കോമൺ ബാത്റൂം നോക്കല്ലേ. 145 140 സൈസിൽ നല്ല സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ളായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. വോളിലായിട്ട് തന്നെ ഒരു കുഞ്ഞു മിററും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 250 സൈസിൽ വരുന്ന ഈ ബെഡ്റൂമിൽ കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ സിമ്പിൾ ആയിട്ട് നോർമൽ ഡിസൈനിൽ വരുന്ന ഒരു റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കിയാൽ ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. അവിടെയും കർട്ടൻസ് യൂസ് ചെയ്തിട്ടില്ല. കൂടാതെ നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെ വുഡിന്റെ ഒരു ഓൾഡ് ഡിസൈനിൽ വരുന്ന ഒരു അലമാരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൂടെ കാണാവേ. നമ്മുടെ കോട്ടിന്റെ ആ ഒരു ഭാഗത്തെ വോളില്ലേ, ആ വോളിലായിട്ട് ഇതുപോലെ ഒരു ഷോക്കേസ് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. 250 സൈസിലാണ് കേട്ടാ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കിയാൽ ഒരു വുഡൻ ടൈപ്പിൽ നല്ല ഭംഗിയിൽ ഡിസൈനിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ കിച്ചണിലെ വാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുഞ്ഞു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡ്സ് ചെയ്തിട്ടുള്ള ഒരു വുഡൻ കളറിലാണ് കേട്ടോ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആ റാക്കിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ബേസിലായിട്ട് നോക്കിയാൽ ഒരു സിമെന്റ് കളറിൽ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് വിറക് വെക്കാനുള്ള സ്പേസും ചെയ്തിട്ടുണ്ട്. കൂടാതെ മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ റാക്കില്ലേ, അതിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലും ഇതുപോലെ ഡബിൾ ഡോർ വരുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വിശാലായിട്ട് നമ്മുടെ സിങ്കിന്റെ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് ഇതുപോലെ വെന്റിലേഷന് വേണ്ടി റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ടാണ് പാത്ര സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബേസിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിങ്ക് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് കയറിയല്ലേ. സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. താഴത്തുനിന്ന് സ്റ്റെയർ ഏരിയ വരെ ബേസിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. ഇനി നമ്മൾ മുകളിൽ എത്തിയാൽ ഇവിടെ ഒരു ചെറിയ പാസേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പോർഷൻ വരുന്നുണ്ട് കേട്ടോ. അതിലായിട്ട് നമ്മുടെ അയൺ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഭാഗത്താണ് കേട്ടോ ബാത്റൂം വരുന്നത്. ഇവിടെ നേരെ കാണുന്നത് ബാൽക്കണീന്റെ ഡോറാണ്. കൂടാതെ ഇവിടെ ഒരു ബെഡ്റൂമും വരുന്നുണ്ട്.
ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കല്ലേ. 160, 180 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ്. ഇവിടെ വോളിലായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, അതുപോലെ തന്നെ വൈറ്റിൽ ബ്ലൂ ഷെയ്ഡ് ഡിസൈനും വരുന്ന നല്ല ഭംഗിയിൽ തന്നെ ടൈല് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വശത്തായിട്ട് തന്നെ ഒരു കുഞ്ഞു വാഷ് ബേസിനും കാണാം. ഇനി നമ്മളിത് മുകളിലത്തെ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 305, 300 സൈസിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹെഡ് കോട്ടിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലൊരു ഡിസൈൻ ഒക്കെ വരുന്ന വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ ഇത്. ഇനി ഈ റൂമിലെ ഷോ വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ തന്നെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു കോർണറിലാണ് നമ്മുടെ അലമാര വരുന്നത്. അത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിൽ ഡിസൈനിങ് ഒക്കെ ഉള്ള ഒരു വുഡിന്റെ അലമാരയാണ്. ഇനി ഇതേ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. അതിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതേ ബാൽക്കണിയിലേക്ക് വരികയാണ്. ഇവിടെ നോക്കിയാൽ ഇത് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. 283, 175 സൈസിൽ വരുന്ന ഈ ഒരു ബാൽക്കണിയിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല. സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളിത് ഈ ഒരു വശത്തെ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈനിങ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? 12 ലക്ഷം രൂപയാണ് കേട്ടോ ഈ വീട് മുഴുവനായിട്ട് പണി കഴിപ്പിക്കാനായിട്ടുള്ളത്. ഇനി അത് കേട്ടിട്ട് ഞങ്ങളെ പൊങ്കാല ഇടാൻ ആരും വരണ്ട. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് മുന്നേ ഈ ഫസ്റ്റ് ഫ്ലോർ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അധികം എമൗണ്ട് ഒന്നും ആയിട്ടില്ല. പിന്നെ മുകളിലേക്ക് എടുക്കലും ബാക്കി പണിയൊക്കെ പിന്നെ ആണ് കേട്ടോ ചെയ്തത്. പിന്നെ കാര്യമായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങോ ഡെക്കറേഷനോ കാര്യമൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് ആണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ രീതിക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങോ കാര്യമോ ഒന്നും കൊടുക്കാതെ വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാ സൗകര്യത്തോടും കൂടി നിർമ്മിച്ച വീടാണല്ലോ ഇത്. അപ്പോൾ ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അറിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ ചെയ്യണം. ബൈ.